കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി സോൺ കലോത്സവത്തിനിടെ UDSF അതിക്രമം എന്ന് പരാതി. നാടൻപാട്ട് മത്സരഫലത്തെക്കുറിച്ച് പരാതി പറയാനെത്തിയ SFIക്കാരെ മുറിയിൽ പൂട്ടിയിട്ടു എന്നാണ് പരാതി. SFI നേതാക്കൾ വളയം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ലിനറ്റ് വർഗീസ് ചേരുന്നു. ലിനറ്റ്, എന്താണ് ഉണ്ടായത്? പോലീസിൽ ലഭിച്ചിരിക്കുന്ന പരാതിയിൽ എന്താണ് പറയുന്നത്? സനീഷ്, ഇന്ന് 1:30 ഇത്തരത്തിലുള്ള ഒരു സംഭവം. അതിരാവിലെ പുലർച്ചെ 1:30 ഇത്തരത്തിലുള്ള ഒരു സംഘർഷം ഉണ്ടാകുന്നത്. അതായത് നാടൻപാട്ടിൻ്റെ മത്സരത്തിൽ വിജയിച്ചതിനെ ചൊല്ലിയുള്ള പ്രശ്നമാണ് പിന്നീട് വലിയൊരു സംഘർഷത്തിലേക്ക് മാറിയത്. അതായത് UDSFിൻ്റെ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ആളുകളെ പങ്കെടുപ്പിക്കുന്നത് ചോദ്യം ചെയ്യാനെത്തിയ SFI പ്രവർത്തകരെ UDSF പ്രവർത്തകർ ആക്രമിക്കുകയായിരുന്നു. അത് ലോ കോളേജ് യൂണിയൻ ചെയർമാനായിരിക്കുന്ന സദാനന്ദിനെ മർദ്ദിക്കുകയും അതോടൊപ്പം തന്നെ വൈസ് ചെയർപേഴ്സൺ ആയിരിക്കുന്ന ഗോപികയെ മുറിയിൽ പൂട്ടിയിടുകയും ഒക്കെ തന്നെ ചെയ്തു. ഇത് ചോദിക്കാനെത്തിയ മറ്റ് SFIക്കാരെയും ഉപദ്രവിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് പരിക്കേറ്റവരെ ഉടൻ തന്നെ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. അതിനുശേഷം ഇപ്പോൾ രാവിലെയാണ് വളയം പോലീസിൽ ഈ SFI പ്രവർത്തകർ മർദ്ദനമേറ്റ അതോടൊപ്പം തന്നെ മുറിയിൽ പൂട്ടിയിട്ടു എന്ന് പരാതിയുമായി വളയം പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തിയിരിക്കുന്നത്. നിലവിൽ ഈ SFI പ്രവർത്തകർ ഈ UDSFിൻ്റെ മാനദണ്ഡങ്ങൾ പാലിക്കാതെ വിദ്യാർത്ഥികളെ മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുന്നുവെന്നും അതോടൊപ്പം UDSF ഈ ഒരു മത്സരത്തെ ഒക്കെ തന്നെ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് മത്സരത്തിൽ കുട്ടികളെ വിജയിപ്പിക്കുന്നത് എന്നൊക്കെ ആരോപിച്ചുകൊണ്ടാണ് ഇവിടെ ചോദ്യം ചെയ്യാനെത്തിയത്. ഈ ഒരു പ്രശ്നമാണ്, ഈ ഒരു ആരോപണത്തെ തുടർന്നാണ് വലിയൊരു സംഘർഷത്തിലേക്ക് ഈ ഒരു ബി സോൺ കലോത്സവം മാറിയിരിക്കുന്നത്. കോഴിക്കോട് നാദാപുരത്ത് 2 ദിവസമായിട്ടാണ് ഇത്തരത്തിലുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ബി സോൺ കലോത്സവം നാദാപുരം ഗവൺമെൻറ് കോളേജിൽ വെച്ച് നടക്കുന്നത്. ഇതേ തുടർന്ന് ഇന്ന് പുലർച്ചെ 1:30 UDSFും അതോടൊപ്പം SFIയും തമ്മിൽ സംഘർഷമുണ്ടാകുന്നത്. നാടൻപാട്ടിൻ്റെ മത്സരത്തിൽ ഈ ഒരു മാനദണ്ഡങ്ങൾ പാലിക്കാതെ കുട്ടികൾ മത്സരിച്ചു എന്നും അതിലവർക്ക് വിജയിക്കാനായി എന്നതും ചോദ്യം ചെയ്യാനെത്തിയ SFI പ്രവർത്തകരെ ആക്രമിക്കുകയായിരുന്നു UDSF. ഇതിനകത്ത് KSUവിൻ്റെ അതായത് UDSFിൻ്റെ ഒരു വിശദീകരണം എന്താണ്? ഇത് കാലിക്കറ്റ് സർവകലാശാല സോണുകളായിട്ടാണ് അവരുടെ കലോത്സവം നടത്തുന്നത്. അതിൽ ഡി സോൺ മത്സരം നടന്ന തൃശ്ശൂരിൽ വെച്ചാണ് കഴിഞ്ഞ ദിവസം വലിയ സംഘർഷമുണ്ടായത്. KSUവിൻ്റെ പ്രവർത്തകർ SFI പ്രവർത്തകരെ വലിയ തോതിൽ മർദ്ദിക്കുന്നത് കേരളം മുഴുവൻ കണ്ടതാണ്. അതിൽ ചില കുട്ടികൾ വളരെ ഗുരുതരമായ പരിക്കുകളുമായിട്ട് ആശുപത്രിയിലാണ്. അപ്പോൾ ബി സോണ് അവിടെ നടക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിരിക്കുന്നു. KSU UDSF നേതാക്കൾ നേതൃത്വം നൽകുന്ന വിശദീകരണം എന്താണ്? അവരുടെ ഒരു വെർഷൻ എന്താണ്? സനീഷ്, നിലവിൽ അവർ ഇത്തരത്തിലുള്ള വിഷയത്തോട് പ്രതികരിക്കാൻ ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല. മാധ്യമങ്ങളൊക്കെ തന്നെ ചോദിക്കുമ്പോൾ ഇതിനോട് പിന്നീട് പ്രതികരിക്കാമെന്ന രീതിയിലുള്ള സംസാരമാണ് KSUവിൻ്റെ ഭാഗത്തു നിന്നും നിലവിലുണ്ടായിരിക്കുന്നത്. ശരി, നന്ദി ലിനറ്റ്, വിവരങ്ങൾ.